ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ ഒരു രണ്ട് വരി വാചകം എനിക്കത് വളരെ മനോഹരമായി തോന്നി. ഇബ്നുൽ ഖയ്യിം ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയാണ്, ഇർലാഉൽ ഖൽഖി ലാ മഖ്ദൂർ വലാകിൻ ഇർലാഉൽ ഖാലിഖി മഖ്ദൂറുൻ വ മഅ്മൂറുൻ. സൃഷ്ടികളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് ലാ മഖ്ദൂർ, നിനക്ക് കഴിയില്ല, നീ എത്ര ശ്രമിച്ചാലും. വലാകിൻ ഇർലാഉൽ ഖാലിഖി, പക്ഷെ സൃഷ്ടാവായ റബ്ബിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് മഖ്ദൂർ, നിനക്ക് കഴിയുന്നതാണ്. വ മഅ്മൂർ, അതാണ് നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതും. അത് വളരെ മനോഹരമായി തോന്നിയത്. പലപ്പോഴും ആളുകൾ അവരുടെ ജീവിതത്തിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വരുന്ന ഒരു ദുഃഖകരമായ ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കണ്ടുവരാറുണ്ട്. അത് സമ്പത്ത് ചിലവഴിക്കുന്നിടത്താകട്ടെ, സമ്പത്ത് വാരിക്കൂട്ടുന്നിടത്താകട്ടെ ഒക്കെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും മറ്റും നിർദ്ദേശങ്ങൾ പാലിക്കാൻ മടിക്കുകയും മറ്റു പലരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും അവരുടെ സന്തോഷങ്ങളും മാത്രം നോക്കി ജീവിക്കുന്ന ധാരാളം ആളുകൾ. അപ്പം അതിനോട് ചേർത്ത് വെക്കാൻ എനിക്ക് തോന്നുന്നത്, മഹാന്മാരായ സ്വഹാബത്ത്, പുരുഷന്മാരായ സ്വഹാബത്ത്, അവർ വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള സ്ത്രീകൾ, സ്വഹാബ വനിതകൾ പറയുമായിരുന്നു എന്നാണ്, നിങ്ങൾ ഹലാലായത് മാത്രം സമ്പാദിച്ചു വരണേ, ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി, വീട്ടിലുള്ള ഭാര്യയെയും മക്കളെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഹറാമുമായി നിങ്ങൾ വീട്ടിലേക്ക് വരരുതേ, ഞങ്ങൾ എന്തും സഹിച്ചോളാം, പട്ടിണി സഹിച്ചോളാം, പക്ഷെ നാളെ പരലോകത്ത് നരകാഗ്നി അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പം ഇത് അവരത് ഉൾക്കൊണ്ട് അവരത് തിരിച്ചറിഞ്ഞു. ഞങ്ങളുടെ സന്തോഷമല്ല വലുത്, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുക, പടച്ചവൻ്റെ തൃപ്തി, പടച്ചവൻ്റെ റിള, അതാണ് വലുത് എന്ന ഒരു മനോഹരമായ വാചകമാണ് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പം നമ്മളൊക്കെ ഒരു കരുതുന്ന ഒരു കാര്യം കൂടിയാണ്, പലരെയും നയിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതായത് ദീനും ദുനിയാവും മുമ്പിൽ വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അവരെന്താ വിചാരിക്കുക. യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് എന്താണ്? അള്ളാഹു എന്ത് വിചാരിക്കും എന്നല്ലേ നമ്മൾ കരുതേണ്ടത്. പക്ഷെ അതിനു പകരം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? അവരെന്താണ് വിചാരിക്കുക, അല്ലെങ്കിൽ അവരെന്താണ് പറയുക, അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് എന്താ വിചാരിക്കുക എന്നുള്ളൊരു ചിന്തയാണ് നമ്മളെ നയിക്കാറുള്ളത്. അപ്പോൾ അത് ഒരിക്കലും ജനങ്ങളുടെ തൃപ്തി നമുക്ക് വാങ്ങിക്കെട്ടാൻ കഴിയില്ല. അപ്പം നമ്മളങ്ങനെ ചിന്തിച്ചു എന്ന് വെക്കുക. അപ്പം നമ്മളെന്തായാലും ഒരു കോമാളി വേഷം കെട്ടുന്നത് പോലെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ വേഷം കെട്ടുക. കാരണം ഓരോരുത്തരും ഓരോ പ്രകൃതമാവുമല്ലോ. അപ്പോൾ ആ പ്രകൃതത്തിനനുസരിച്ച് നമ്മൾ വേഷം കെട്ടേണ്ടി ആടേണ്ടി വരിക. അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. നമുക്കൊരു നിലപാടുമില്ല ഒരു വിഷയത്തിലും. നമ്മൾ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക, അവരെന്താ വിചാരിക്കുക. അപ്പോൾ അവർ വിചാരിക്കുന്നത് പോലെ അതല്ല എൻ്റെ മനസ്സിലുള്ളത്. അതൊരു കാപട്യമാണല്ലോ. ഞാൻ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി അവർ വിചാരിക്കുന്ന ഒരു വേഷം കെട്ടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഒരിക്കലും അതൊരു നിലപാടുള്ള, യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എൻ്റെ റബ്ബ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അതാണ് നിലപാട്. ആ നിലപാടിൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണം. മറ്റുള്ളവരെന്ത് വിചാരിക്കട്ടെ, കാരണം അവരുടെയൊക്കെ മനസ്സ് ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇപ്പം ഈ പറഞ്ഞതുപോലെ അവിടെ ഉപയോഗിച്ചൊരു പദം ഉണ്ടല്ലോ, ലാ മഖ്ദൂർ, നിനക്ക് കഴിയില്ല എന്നാണ്, സന്തോഷിപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്നാണ്. ഇപ്പം നമ്മൾ നമ്മുടെ അപരനെ, നമ്മുടെ സഹോദരനെ, നമ്മുടെ സുഹൃത്തിനെ, അയൽവാസിയെ, കുടുംബക്കാരെ ഒക്കെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അവരോട് പെരുമാറണം, അവരോട് സംവദിക്കണം, അവരോട് എല്ലാ നിലക്കുള്ള ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം. പക്ഷെ അതോടൊപ്പം നമ്മുടെ നിലപാട് മറന്നുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഓല് എന്നെ പറ്റി സന്തോഷിച്ചിട്ടുണ്ടാകും, ഓല് എന്നെ തൃപ്തിപ്പെട്ടിട്ടുണ്ടാകും എന്ന് നമ്മൾ കരുതുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലായതുകൊണ്ടാണ്, ലോകത്തിലായതുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപക്ഷെ അവരിങ്ങനെ ചിരിച്ച് കാണിച്ചിട്ടുണ്ടാവും, നമ്മൾ കരുതും ഓല് സന്തോഷിച്ചു എന്ന്. പക്ഷെ ഓല് ഉള്ളു വേറെ ആയിരിക്കും. ഇവൻ എന്താ കഥ, ഇവനൊരു നിലപാടില്ലാത്തവൻ, പോയത്തക്കാരൻ, അവനൊരു നിലപാടില്ലാത്തവൻ എന്നവർ വിലയിരുത്തുകയാണ് ശരിക്കും. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആദ്യമൊക്കെ പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകും, ആദ്യമൊക്കെ സഹോദരങ്ങൾക്കിടയിൽ, കുടുംബക്കാർക്കിടയിൽ. പക്ഷെ പിന്നീട് നമ്മുടെ നിലപാടിനെ അവർ വകവെച്ച് തരും. അപ്പം ചിലയിടങ്ങളിൽ അവർ പറയും, ഓനോട് നമ്മൾ ആ വിഷയം സംസാരിക്കണ്ട കേട്ടോ, ഓൻ ആ കാര്യത്തിൽ വേറൊരു നിലപാടുള്ള ആളാണ്. അപ്പോൾ അവർ തന്നെ നമ്മുടെ നിലപാടിനെ അംഗീകരിച്ച് തരുന്നിടത്തേക്ക് പിന്നീട് വരും.
അപ്പൊ ഇതിന് ആദ്യം ഒരു ഐഡന്റിറ്റി കാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്നൊരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ്. അതെ. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും ഇഷ്ടവുമാണ് സമ്പാദിക്കുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാചകം കൂടി, നിങ്ങൾ ഒരിക്കലും ഒപ്പം കൂടികളാകരുത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശദീകരിച്ചു, വലാ തകൂനി ഇമ്മഅത്തൻ. എന്നിട്ട് പറയണത്, ജനങ്ങളൊക്കെ നന്മ ചെയ്യുമ്പോൾ നിങ്ങളും നന്മ ചെയ്യുക, ജനങ്ങളൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങളും തെറ്റ് ചെയ്യുക, അങ്ങനെ നിങ്ങളാവരുത്. എന്നിട്ട് അതിനെ വിശദീകരിച്ചു, ജനങ്ങൾ നന്മ ചെയ്യുമ്പോൾ നിങ്ങളും നന്മ ചെയ്യുക, ജനങ്ങൾ തെറ്റ് ചെയ്യുമ്പോഴോ അതിൽ നിന്ന് അവരെ തിരുത്താൻ പരിശ്രമിക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്ന ഒരു ഭാഗം നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളല്ല നമ്മുടെ നിലപാട് തീരുമാനിക്കുന്നവർ, നേരെ മറിച്ച് റഹ്മാനായ റബ്ബിൻ്റെ തൃപ്തിയാണ് നമ്മുടെ നിലപാട് സ്വീകരിക്കേണ്ടത് എന്ന മനോഹരമായൊരു ചിന്തയാണ് ഇന്ന് നമ്മൾ ഇതിൽ നിന്ന് കേട്ടത്.